ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തലശ്ശേരി അതിരൂപത KCYM-ഉം ശാലോം ടെലിവിഷനും സംയുക്തമായി നടത്തുന്ന യുക്യാറ്റ് പഠന പരമ്പരയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. യുവജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനായി നമ്മുടെ കൂടെ ആയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ ഇടയനായ അഭിവന്ദ്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവാണ്. യുവജനങ്ങളുടെ കാര്യത്തിൽ ഏറെ ശ്രദ്ധയും താല്പര്യവും പ്രകടിപ്പിക്കുന്ന അഭിവന്ദ്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവിനെ ഈ എപ്പിസോഡിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അഭിവന്ദ്യ പിതാവിനോട് ചോദ്യങ്ങൾ ചോദിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ പൈസക്കരി ഇടവകയിലെ പ്രിയപ്പെട്ട യുവജനങ്ങളാണ്. വളരെ ശക്തമായ യുവജന കൂട്ടായ്മയുള്ള ഒരിടവകയാണ് പൈസക്കരി ഇടവക. പൈസക്കരി ഇടവകയിൽ നിന്നെത്തിയ മിടുക്കരായ യുവജനങ്ങളെയും ഏറെ സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യുക്യാറ്റിൽ പ്രധാനമായും 4 ഭാഗങ്ങളാണുള്ളത്. അതിൽ 2ാം ഭാഗമായ മിശിഹാ രഹസ്യങ്ങളെ നാം എപ്രകാരം ആഘോഷിക്കുന്നു എന്നതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പ്രിയപ്പെട്ട യുവജനങ്ങൾ ചോദിക്കുന്നത്. ഈ ഭാഗത്താണ് നമ്മൾ കൂദാശകളെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ കണ്ടുമുട്ടുക. ഇന്നത്തെ ഈ എപ്പിസോഡിൽ കുംഭസാരം എന്ന കൂദാശയുമായി ബന്ധപ്പെട്ട യുവജനങ്ങളുടെ സംശയങ്ങളാണ് അഭിവന്ദ്യ പിതാവിൻ്റെ മുൻപിൽ ഉന്നയിക്കപ്പെടുന്നത്. നമുക്ക് ആരംഭിക്കാം. ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്? ചോദിച്ചോളൂ. എൻ്റെ പേര് ബിബിൻ. പിതാവ്, എനിക്ക് ചോദിക്കാനുള്ളത്, പാപങ്ങൾ മോചിക്കാൻ ദൈവത്തിന് മാത്രമല്ലേ സാധിക്കുകയുള്ളൂ, പിന്നെ എങ്ങനെയാണ് മനുഷ്യനായ ഒരു വൈദികൻ പാപങ്ങൾ മോചിക്കുന്നത്? യെസ്, ബിബിൻ്റെ ചോദ്യം പൊതുവെ പലപ്പോഴും ഉന്നയിക്കപ്പെടാറുള്ള ഒരു സംശയം തന്നെയാണ്, അല്ലേ? ബിബിനെ ചോദിച്ചുള്ളെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സംശയമുണ്ട് എന്ന് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം. പാപം മോചിക്കാൻ ദൈവത്തിനേ അധികാരമുള്ളൂ. ബിബിൻ പറഞ്ഞത് പൂർണ്ണമായും സത്യമാണ്. പാപം മോചിക്കുന്നത് ദൈവം തന്നെയാണ്. ഇവിടെ കുംഭസാരം എന്ന കൂദാശയിൽ വൈദികനിലൂടെ പാപം മോചിക്കുന്നത് ആരാണ്? ദൈവം തന്നെയാണ്. വൈദികൻ പുണ്യവാളനായതുകൊണ്ട് ആ പുണ്യത്തിൻ്റെ യോഗ്യതയിൽ പാപം മോചിക്കുകയല്ല ചെയ്യുന്നു, മറിച്ച് അത് യഥാർത്ഥത്തിൽ ഈശോ തന്നെയാണ് മോചിക്കുക. കുംഭസാരക്കൂട്ടിൽ ഇരിക്കുന്നത് വൈദികനാണ് എങ്കിലും അവിടെ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് ഈശോയാണ്. കുംഭസാരക്കൂട്ടിലെ വൈദികൻ ദൈവത്തിൻ്റെ വെറും ഒരു ചെവി മാത്രമാണ് എന്ന് സഭാപിതാക്കന്മാർ പറയാറുണ്ട്. ദൈവത്തിൻ്റെ ഒരു ചെവി മാത്രമാണ് വൈദികൻ, ബാക്കി ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ കാതുകളായി വർത്തിച്ചുകൊണ്ട് ആ പാപം കേൾക്കുകയും അതിന് ദൈവഹിതപ്രകാരമുള്ള വിശദീകരണം നൽകുകയും കർത്താവ് നൽകുന്ന പാപമോചനം ആ വ്യക്തിയെ അറിയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വാസ്തവത്തിൽ വൈദികൻ്റെ റോള് എന്ന് പറയും. അതുകൊണ്ട് ചില ദൈവശാസ്ത്രജ്ഞന്മാർ പറയും, ഒരു ഹോട്ടലിലെ സപ്ലയറെ പോലെയാണ് കുംഭസാരക്കൂട്ടിലെ വൈദികൻ. സപ്ലയറല്ല ഭക്ഷണം ഉണ്ടാക്കുന്നത്, അല്ലേ? ഉണ്ടാക്കി വെച്ചത് ഈ ആളുകളുടെ അടുക്കൽ എത്തിക്കുന്ന പണി മാത്രമേ സപ്ലയർക്കുള്ളൂ. സത്യത്തിൽ വൈദികൻ്റെ റോളും അത്രയേ ഉള്ളൂ. ദൈവം കാൽവരിയിലെ കുരിശിലൂടെ ഈശോയുടെ ബലിയിലൂടെ ഒരുക്കിയ വരപ്രസാദത്തെ ഈ അനുതപിക്കുന്ന പാപിയുടെ പക്കൽ എത്തിച്ചു കൊടുക്കുന്ന റോള് മാത്രമാണ് വൈദികൻ്റെ. അതുകൊണ്ട് ദൈവത്തിന് മാത്രമല്ലേ പാപം മോചിക്കാൻ അധികാരമുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യം വളരെ ശരിയാണ്. പിന്നെ എന്തുകൊണ്ട് വൈദികൻ മോചിക്കുന്നു എന്ന് ചോദിച്ചാൽ, വൈദികനല്ല, വൈദികനിലൂടെ ദൈവമാണ് മോചിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കുംഭസാരക്കൂട്ടിൽ ഇരുന്ന് പാപമോചനം നൽകുന്ന വൈദികൻ തന്നെ മറ്റൊരു വൈദികൻ്റെ മുമ്പിൽ മുട്ടിന്മേ നിന്ന് കുംഭസാരത്തിലൂടെ പാപം ഏറ്റുപറയും. പരിശുദ്ധ റോമാ മാർപ്പാപ്പ, നമ്മളെല്ലാവരും പരിശുദ്ധ പിതാവേ എന്ന് വിളിക്കുന്ന പരിശുദ്ധ മാർപ്പാപ്പ കുമ്പസാരക്കൂട്ടിൽ പോയി മുട്ടയിൽ നിന്ന് പാപമേറ്റ് പറയുന്നു.
ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് എങ്കിൽ സാധാരണ മനുഷ്യരെ പോലെ വന്ന് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായുടെ കുമ്പസാരക്കൂടുകൾക്ക് മുൻപിൽ ലൈൻ നിന്ന് കുമ്പസാരിക്കുന്ന പതിവുണ്ട്. ഇപ്പോൾ പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട്, നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ അത് ചെയ്യുന്നില്ല. പക്ഷേ ആരംഭകാലത്ത് മാർപ്പാപ്പ അത് ചെയ്യുമായിരുന്നു. അപ്പോൾ ആളുകളൊക്കെ ചോദിക്കുന്നത്, എന്തിനാണ് മാർപ്പാപ്പ ഇവിടെ വരുന്നത്? അവിടെ ഒരു വൈദികനെ പാപ്പായുടെ മുറിയിൽ വിളിച്ച് കുമ്പസാരിപ്പിച്ചാൽ പോരെ. അതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഉത്തരം, ലോകമറിയണം മാർപ്പാപ്പയായ ഞാനും പാപിയായ മനുഷ്യനാണ് എന്നും എനിക്കും നിങ്ങളെല്ലാവരെയും പോലെ പാപമോചനം ദൈവപക്കൽ നിന്ന് നേടേണ്ടതുണ്ട് എന്നും ലോകം മുഴുവൻ അറിയണം എന്നാണ് മാർപ്പാപ്പ പറയുന്നത്. അതൊരു വലിയ തിരിച്ചറിവാണ് നമുക്ക് തരുന്നത്. കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന വൈദികൻ കുമ്പസാരിക്കുന്ന വ്യക്തിയാണ്. റോമാ മാർപ്പാപ്പായും കുമ്പസാരിക്കുന്നതാണ്. അപ്പോൾ പാപമോചനം യഥാർത്ഥത്തിൽ വരുന്നത് എവിടെ നിന്നാണ്? ദൈവത്തിൽ നിന്ന്, അല്ലേ? ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് കുമ്പസാരക്കൂട്ടിലെ പാപമോചനം എന്ന സത്യം നമ്മൾ തിരിച്ചറിയും. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കുമ്പസാരം എന്ന് പറയുന്നത് ദൈവത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതൊരു കൗൺസിലിംഗ് പോലെയുള്ളൂ, അല്ലേ? കുമ്പസാരത്തിന് പകരമായിട്ട് നിങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് നിങ്ങളെല്ലാ വിഷമങ്ങളും, നിങ്ങൾക്ക് പറ്റിയ വീഴ്ചകളും ഒക്കെയും ചിലപ്പോൾ ഏറ്റു പറയും, അല്ലേ? യുവജനങ്ങൾ അങ്ങനെ വ്യക്തികൾ ഹൃദയം തുറന്ന് സംസാരിക്കുന്ന, അത്രമേൽ ഹൃദയം കൊണ്ട് അടുപ്പമുള്ള സൗഹൃദങ്ങൾ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് പറ്റിയ വീഴ്ചകൾ, കുറവുകൾ ഒക്കെയും നിങ്ങൾ ആ വ്യക്തിയോട് ഏറ്റുപറയും. അതിനെയും കുമ്പസാരം എന്നൊക്കെ ചിലപ്പം വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷെ അത് കുമ്പസാരമല്ല. കുമ്പസാരം പാപം മോചിക്കുന്ന കൂദാശയാകാൻ കാരണം ദൈവം നിയോഗിച്ച തിരുസഭയുടെ പ്രതിനിധിയായ വൈദികൻ്റെ പക്കൽ അത് ഏറ്റുപറയുമ്പോൾ ദൈവം തന്നെ അത് കേൾക്കുന്നു, ദൈവം തന്നെ അത് പരിഹരിക്കുന്നു, ദൈവം തന്നെ അതിന് പാപമോചനം നൽകുന്നു. അതാണ് കുമ്പസാരത്തിൽ സംഭവിക്കുന്ന യഥാർത്ഥ അത്ഭുതം. അതുകൊണ്ട് ഈ കുമ്പസാരിപ്പിക്കുന്ന അച്ഛൻ്റെ വ്യക്തിപരമായ കഴിവോ അച്ഛൻ്റെ ഏതെങ്കിലും മഹത്വമോ അല്ല കുമ്പസാരക്കൂട്ടിൽ നമ്മെ ഇരുത്തുന്നു. പലപ്പോഴും കുമ്പസാരക്കൂട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു ചിന്തയുണ്ട്, ഈ കുമ്പസാരിക്കുന്ന മനുഷ്യർ എത്രയോ വിശുദ്ധരായ മനുഷ്യരാണ്. കുമ്പസാരക്കൂട്ടിൽ ഇരിക്കുന്ന വൈദികനായ എന്നേക്കാളും വിശുദ്ധരായ മനുഷ്യരാണ് കുമ്പസാരത്തിൽ വന്ന് പാപമേറ്റു പറയും. എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും, അതല്ലെങ്കിൽ പ്രാർത്ഥനയിലുണ്ടായ ചില അശ്രദ്ധകൾ പോലും അവരേറ്റുപറഞ്ഞ് കുമ്പസാരിക്കുന്നത് കാണുമ്പോൾ ആ മനുഷ്യരൊക്കെയും എത്രമേൽ വിശുദ്ധരാണ് എന്ന് ചിന്തിക്കാനാണ് വൈദികരായി ഞങ്ങൾ നിർബന്ധിതരാകും. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന വൈദികൻ കുമ്പസാരിക്കുന്ന പാപിയേക്കാളും മഹാനായതുകൊണ്ടല്ല അവിടെ ഇരിക്കുന്നത്, മറിച്ച് ക്രിസ്തു ആ സമയത്ത് ആ വ്യക്തിയിലൂടെ അവിടെ സന്നിഹിതനായിരിക്കും. അത് ഈശോയാണ് എന്ന ഉത്തമ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കുമ്പസാരിച്ചിട്ട് അർത്ഥമുള്ളൂ. അല്ലെ നിങ്ങൾ കൂട്ടുകാരോട് ഹൃദയം തുറന്ന് നടത്തുന്ന ഒരു ചർച്ച പോലെ ആയിപ്പോകും. അവിടെ ഇരിക്കുന്നത് നമ്മുടെ കർത്താവും രക്ഷകനുമായ ഈശോയാണ്. ആ ഈശോയോടാണ് ഞാൻ പാപമേറ്റു പറയുന്നത്, ആ ഈശോയാണ് പാപം മോചിക്കുന്നത്. ആ ബോധ്യം നമുക്കുണ്ടാകും, അല്ലേ? വിപിൻ, ഇതാണോ ഉദ്ദേശിച്ച ചോദ്യം? ഇതാണ്? വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മറ്റെന്തെങ്കിലും ചോദിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട്? ഇല്ല. താങ്ക് യു. കുമ്പസാരത്തിൽ എന്തുകൊണ്ട് വൈദികനോട് നമ്മൾ പാപങ്ങൾ ഏറ്റുപറയണം? കുമ്പസാരം എന്ന കൂദാശയിൽ വൈദികൻ്റെ സ്ഥാനം എന്ത്? ദൈവം എപ്രകാരമാണ് ഈ കൂദാശയിൽ വൈദികനിലൂടെ പ്രവർത്തിക്കുന്നത് എന്നെല്ലാം അഭിവന്ദ്യ പിതാവിലൂടെ നമുക്ക് വ്യക്തമാക്കി കിട്ടി. അഭിവന്ദ്യ പിതാവിന് സ്നേഹത്തോടെ നന്ദി പറയുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. പിതാവേ, എൻ്റെ പേര് റോസ്മേരി. എനിക്ക് ചോദിക്കാനുള്ളത്, അനുരഞ്ജന കൂദാശയ്ക്ക് അനുതാപം അല്ലെങ്കിൽ മാനസാന്തരം ആവശ്യമാണല്ലോ. അനുതാപം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അനുതാപം എന്നാൽ എന്താണ്? യെസ്,
അനുതാപം എന്ന വാക്ക് നമ്മൾ ആധ്യാത്മികതയിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദം. അനുതപിക്കുന്ന പാപി, അനുതാപം ആവശ്യമുള്ളവർ എന്നൊക്കെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. എന്താണ് ഈ അനുതാപം എന്നാണ് റോസ്മേരി, അല്ലേ? റോസ്മേരിയുടെ ചോദ്യം അനുതാപം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ശരിക്കും അനുതാപം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പലർക്കും സംശയമുണ്ട്. തെറ്റിദ്ധാരണയുള്ളൊരു പദമാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്തുള്ള കരച്ചിലാണ് അനുതാപം എന്നാണ് ചിലർ വിചാരിക്കുക. ചിലരെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര നിരാശയാണ്. എൻ്റെ ജീവിതം തീർന്നു, ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല, എൻ്റെ കാര്യം കൈവിട്ടു പോയേ എന്നുള്ള ചിന്ത. അതാണ് അനുതാപം എന്ന് നമ്മൾ വിചാരിക്കും. വാസ്തവത്തിൽ അനുതാപം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. അനുതാപം എന്ന് പറയുന്നത് ഞാൻ നടന്ന വഴികൾ തെറ്റായിരുന്നുവെന്നും എൻ്റെ വഴികൾ ഞാൻ ശരിയാക്കേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവ്, അഥവാ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ സത്യസന്ധമായ തിരിച്ചറിവാണ് അനുതാപം. ഒന്നാമതായി എൻ്റെ വഴികൾ നാളിതുവരെയും ഞാൻ നടന്നത് ശരിയായ വഴിയിലൂടെ ആയിരുന്നു. മദ്യപാനിയായൊരു മനുഷ്യൻ മദ്യപാനത്തെക്കുറിച്ച് അനുതപിക്കുന്നത് എങ്ങനെയാണ്? ആ വ്യക്തി ചിന്തിക്കുകയാണ്, ഞാൻ എന്തുമാത്രം അധ്വാനിച്ച് പണമുണ്ടാക്കി അത് മുഴുവനും കൊണ്ടുപോയി ബിവറേജസിൽ കൊടുത്ത് നശിപ്പിച്ചു. എൻ്റെ കുടുംബം വഴിയാധാരമായി, എൻ്റെ മക്കളുടെ ഭാവി അന്ധകാരത്തിലായി. ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ മക്കൾക്കും എൻ്റെ ജീവിത പങ്കാളിക്കും ഞാൻ മൂലം ഉണ്ടാക്കിയ സങ്കടങ്ങൾ, ദുഃഖാനുഭവങ്ങൾ എത്ര വലുതാണ്. അതുകൊണ്ട് ഞാൻ നടന്ന വഴി തെറ്റാണ്, ഞാനത് തിരുത്തണം. അതാണ് ഒന്നാമതായ അനുതാപം. രണ്ടാമതായ അനുതാപം എന്ന് പറയുന്നത് ഞാൻ ഇനി ഈ വഴിയെ നടക്കില്ല എന്നുള്ള നിർബന്ധപൂർവമായ തീരുമാനം. ഒരു ഫേം ആൻഡ് ഡെലിബറേറ്റ് ഡിറ്റർമിനേഷൻ എന്നൊക്കെയാണ് അതേക്കുറിച്ച് സഭാപിതാക്കന്മാർ പറഞ്ഞു തരുന്നത്. അതായത് അടിയുറച്ച നിർബന്ധ ബുദ്ധിയോടെയുള്ള ഒരു തീരുമാനമാണത്. ഏതാ? ഇനി ഞാൻ ഈ മദ്യപാനത്തിൻ്റെ വഴിയെ നടക്കില്ല. മൂന്നാമതായി അനുതാപം എന്ന് പറയുന്നത് പാപ സാഹചര്യങ്ങളെ ബോധപൂർവം അവഗണിക്കാനുള്ള സന്നദ്ധതയാണ്. മദ്യപാനിയായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ കുടിയനാന്ന് വിചാരിക്കുക. ഈ കൂട്ടുകാരൻ്റെ കൂടെ പോയാൽ ഉറപ്പായും കുടിക്കുമെങ്കിൽ ആ കൂട്ടുകാരനൊരു പാപ സാഹചര്യമാണ്, അയാളുടെ കൂടെ പോകാതിരിക്കും. അല്ലെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി വർത്തമാനം പറയാൻ വേണ്ടി ഷാപ്പിൽ പോയിരിക്കും. അയാൾ അവിടെ ഇരുന്ന് കുടിക്കും, അല്ലേ? അതായത് ബാറിൽ കയറി ചുമ്മാ ഇരുന്ന് വർത്തമാനം പറയുകയല്ല, ബാറിൽ കയറിയാൽ കുടിക്കാൻ പ്രലോഭനമുണ്ട്. ബാറ് ഒരു പാപ സാഹചര്യമാണ്, അതിൽ നിന്ന് ഒഴിവായി നിൽക്കണം. അതാണ് അനുതാപം എന്ന് പറയും. ഇനി സർവോപരി അനുതാപം എന്ന് പറയുന്നത് എന്താണ്? എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി കാൽവരിയിലെ കുരിശിൽ മരിച്ച, എനിക്ക് വേണ്ടി അടിയേറ്റ് അപമാനങ്ങൾ സഹിച്ച് മരിച്ച എൻ്റെ കർത്താവിൻ്റെ കണ്ണ് നിറയ്ക്കുന്ന അനുഭവമാണ് എൻ്റെ ഈ പ്രവൃത്തി. അതുകൊണ്ട് എൻ്റെ കർത്താവിനെ ഞാൻ ഇനിമേൽ വേദനിപ്പിക്കില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയുടെ തീരുമാനമാണ് അനുതാപം. അതുകൊണ്ട് അനുതാപം എന്നൊരു ഒറ്റ വാക്കിൽ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ പോലും ഈ അനുതാപം എന്ന പദത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. അനുതപിക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ വഴികളുടെ തെറ്റ് മനസ്സിലാക്കുക, താൻ നടന്ന തെറ്റായ വഴിയെ ഇനി നടക്കുകയില്ല എന്ന് തീരുമാനിക്കുക, തെറ്റിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് ബോധപൂർവം മാറി നിൽക്കുക. നാലാമതായി ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തിന്, വിശിഷ്യ എന്നെ അത്രമാത്രം ആഴത്തിൽ സ്നേഹിക്കുന്ന എൻ്റെ ഈശോയുടെ കണ്ണ് നിറയ്ക്കുന്ന, അവിടുത്തെ ഹൃദയം നുറുക്കുന്ന പ്രവൃത്തിയാണ് എൻ്റെ പാപം. അതുകൊണ്ട് എൻ്റെ ഈശോയുടെ സ്നേഹത്തെ ഞാൻ അത്രമാത്രം വിലമതിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇനി തെറ്റ് ചെയ്യരുത്. നിങ്ങൾ
വേറെ ആര് പറഞ്ഞാലും ചിലപ്പോൾ തെറ്റ് ചെയ്യും, യുവജനങ്ങൾ ഗുരുതക്കേടുകൾ കാണിക്കും. അതേസമയം നിങ്ങളുടെ ഏറ്റവും സ്നേഹഭാജനമായ വ്യക്തി നിങ്ങളോട് പറയുക അങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ അനുസരിക്കും, ഇല്ലേ? അങ്ങനെ പ്രണയിച്ച് പരിചയമില്ലാത്തവരാണ് ഇങ്ങനെ കണ്ണുമഴിച്ചിരിക്കുന്നത്. പ്രണയത്തിൻ്റെ അനുഭവമുള്ളവർക്കറിയാം എന്താണ്, അനുസരിക്കും, ഇല്ലയോ? യെസ്. നിങ്ങൾ സമ്മതിച്ചാൽ വീട്ടുകാരറിയുമെന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ സമ്മതിക്കാതിരിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ അതൊരു സത്യമാണ്. യഥാർത്ഥ സ്നേഹം നന്മയുടെ പക്ഷത്ത് നിൽക്കാൻ പ്രേരിപ്പിക്കും. അതൊരു പ്രധാനപ്പെട്ട സത്യമാണ്. ഒരാൾ നിങ്ങളെ തിന്മ ചെയ്യാനാണ് പ്രേരിപ്പിക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടേത് യഥാർത്ഥ സ്നേഹമല്ല. നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ നിർദ്ദേശം നിങ്ങൾ അനുസരിക്കാൻ കാരണം ആ വ്യക്തി നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നതുകൊണ്ട്, ഈശോയെ നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിനാലാണ് നാം അനുതപിക്കാൻ തയ്യാറാകുന്നത്. എന്താണ് അനുതാപമെന്ന് അഭിവന്ദ്യ പിതാവ് അക്കമിട്ട് വിവരിച്ചു തന്ന് നമുക്ക് വ്യക്തമാക്കി തരികയായിരുന്നു. അനേകർക്ക് അനുതാപത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറുന്നതിനും ഒരു വ്യക്തത കിട്ടുന്നതിനും അഭിവന്ദ്യ പിതാവിൻ്റെ ഉത്തരം ഉപകരിച്ചിട്ടുണ്ട്. പിതാവിന് സ്നേഹത്തോടെ നന്ദി പറയുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ആരാണ് ചോദിക്കുന്നത്? ചോദിച്ചുകൊള്ളു. പിതാവേ, എൻ്റെ പേര് അനിറ്റ്. എനിക്കുള്ള ചോദ്യം, കുമ്പസാരത്തിൽ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ വൈദികൻ പ്രായശ്ചിത്തം നൽകാറുണ്ടല്ലോ. അധികം പാപങ്ങൾ പറഞ്ഞാലും വളരെ കുറച്ച് മാത്രമേ പ്രായശ്ചിത്തം നൽകാറുള്ളൂ. ഈ പ്രായശ്ചിത്തം നൽകുന്നതിൻ്റെ മാനദണ്ഡം എന്താണ്? യെസ്. എന്നായിരുന്നു പേര് പറഞ്ഞേ? എൻ്റെ പേര് അനിറ്റ്. അനിറ്റിൻ്റെ ചോദ്യം ഇതാണ്. വലിയ പാപങ്ങളൊക്കെ ചെന്ന് പറഞ്ഞിട്ടും അച്ഛൻ കുഞ്ഞ് പ്രായശ്ചിത്തമൊക്കെയാണ് തരുന്നത്. അതിൻ്റെ മാനദണ്ഡം എന്താണ്, അല്ലേ? വലിയ പാപം പറയുമ്പോൾ വലിയ പ്രായശ്ചിത്തം തരേണ്ടതല്ലേ? കുഞ്ഞു പാപം പറയുമ്പോഴും തരുന്ന അതേ പ്രായശ്ചിത്തം തന്നെയായിരിക്കും ചിലപ്പം വലിയ പാപം പറഞ്ഞപ്പോഴും കിട്ടിയത്. അതാണ് അനിറ്റിൻ്റെ ചോദ്യത്തിൻ്റെ അടിസ്ഥാനം, അല്ലേ? ഇതിന് വല്ല മാനദണ്ഡമുണ്ടോ? യെസ്. അനിറ്റെ, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തത് നമ്മളല്ല. ആ പാപങ്ങൾക്ക് പരിഹാരം നമ്മുടെ കർത്താവ് ഈശോ മിശിഹ കാൽവരിയിലെ കുരിശിൽ അനുഭവിച്ച പീഡകളായിരുന്നു നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരം, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ വലിയ പാപം ചെയ്തിട്ടും നമ്മൾ ചെറിയ പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. കാരണം നമ്മുടെ പാപങ്ങൾ അത്രമേൽ ഘോരമായതിനാൽ ആ പാപങ്ങളെ പരിഹരിക്കാൻ നമുക്ക് കഴിയല്ല, നമ്മൾ വിചാരിച്ച സാധിക്കില്ല. കാരണം എന്താ? നാം തെറ്റ് ചെയ്തത് അനന്ത നന്മയായ ദൈവത്തോടാണ്. ആ തെറ്റിന് ഭൂമിയിൽ മനുഷ്യർക്ക് സ്വയമേവ പരിഹാരം ചെയ്യാൻ പറ്റില്ല. അത് പരിഹരിക്കാൻ ദൈവപുത്രനായ ഈശോയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈശോ അത് കാൽവരിയിലെ കുരിശിലെ ബലിയിലൂടെ സാധിച്ചെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് നാം ഏറ്റുപറഞ്ഞ പാപങ്ങളുടെ യഥാർത്ഥ പരിഹാരം ഈശോ ചെയ്തു. ഇനി രണ്ടാമതായി ഇവിടെ അനിറ്റ് ചോദിക്കുന്നത്, വൈദികൻ ഒരു പ്രായശ്ചിത്തം പറയുന്നുണ്ട്. ആ പ്രായശ്ചിത്തത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ, നാം ചെയ്ത തെറ്റിൻ്റെ ഗൗരവം നമ്മെ ബോധ്യപ്പെടുത്താൻ, മനസ്സിലാക്കാൻ തക്ക വിധത്തിലുള്ള, എന്നാൽ ആ വ്യക്തിക്ക് നിർവഹിക്കാൻ പറ്റുന്ന പ്രായശ്ചിത്തമേ കൽപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് കുമ്പസാരിപ്പിക്കുന്ന വൈദികർക്ക് സഭ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഒരാളോട് പറയുകയാണ്, നീ ഒരു പള്ളി, ഇടവപ്പള്ളി പണിയിച്ചു കൊടുത്തേക്ക്, 3 കോടി രൂപ ചിലവുള്ള ഇടവപ്പള്ളി പണിയിച്ചു കൊടുക്കാൻ പറയാൻ പറ്റുമോ? ഇല്ല. അയാൾക്ക് അതിനുള്ള ശേഷിയാണ്. അയാൾ കൂലിപ്പണി എടുക്കുന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹത്തോട് ചിലപ്പോൾ പറയാൻ പറ്റുന്നത്, നീ 5 സ്വർഗസ്ഥനായ പിതാവേ ചൊല്ലു. ആ പ്രാർത്ഥന പാപത്തിൻ്റെ യഥാർത്ഥ പരിഹാരം അതല്ല, അത് ഈശോയുടെ കുരിശിലെ ബലി തന്നെയാണ്, അല്ലേ? എന്നാൽ ഈ പ്രായശ്ചിത്തങ്ങൾ നിർണയിക്കുന്നത് പാപവുമായി ബന്ധപ്പെട്ടും അതിനാനുപാതികവുമായിട്ടായിരിക്കുന്നതാണ് നല്ലത്. എപ്പോഴും വൈദികരങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളത് സത്യമായിരിക്കാം. ഇപ്പോൾ ഉദാഹരണമായി ഒരു വ്യക്തി തൻ്റെ ജീവിത പങ്കാളിയെ വഞ്ചിച്ചു എന്ന് വിചാരിക്കും, ഭാര്യയെ വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം, അല്ലേ? അപ്രകാരം ജീവിച്ച ആ വ്യക്തിക്ക്
ഭാര്യയോട് താൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ബോധ്യം വരത്തക്ക രീതിയിലുള്ളൊരു പ്രായശ്ചിത്തം അനുഷ്ഠിക്കാൻ ചിലപ്പോൾ വൈദികൻ പറഞ്ഞെന്നിരിക്കും. ഭാര്യയോട് താൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന ബോധ്യം ലഭിക്കാൻ തക്ക വിധത്തിൽ ഒരു പ്രായശ്ചിത്തം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെട്ടിരിക്കും. ഭാര്യയെ സ്നേഹിക്കുന്നു എന്നവളെ ബോധ്യമാക്കുന്ന രീതിയിൽ അവൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം മേടിച്ചു കൊടുക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പം വളരെ അവിചാരിതമായിട്ട് നല്ലൊരു പട്ടുസാരിയും മേടിച്ച് പുള്ളിക്കാരൻ വരുന്നു. പട്ടുസാരിയും കൊണ്ട് വരുന്ന കെട്ടിയവന്മാരെല്ലാം അവിശ്വസ്തരാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മറിച്ച് അങ്ങനെയും താൻ തൻ്റെ ജീവിത പങ്കാളിയോടാണ് അവിശ്വസ്തത കാണിച്ചത്, അല്ലെങ്കിൽ ഗർഭഛിദ്രം നടത്തി. അതൊന്നും പരിഹരിക്കാൻ നമുക്ക് പറ്റുന്ന തെറ്റുകളല്ല. ഒരു കുഞ്ഞിനെയാണ് ഇല്ലായ്മ ചെയ്തത്. പകരം ആ ഒരു കുഞ്ഞിനോട് കാണിച്ച അപരാധമായതുകൊണ്ട് ചിലപ്പോൾ പ്രായശ്ചിത്തമായിട്ട് ഒരു അനാഥാലയത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതാണ് എന്ന് കുമ്പസാരിപ്പിക്കുന്ന അച്ഛൻ ചിലപ്പോൾ ഉപദേശിച്ചെന്നിരിക്കും. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ തൻ്റെ തെറ്റിൻ്റെ ഗൗരവത്തെ ആ വ്യക്തിക്ക് ബോധ്യമാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ ഇടവരരുത്. ഇങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യുന്ന മനുഷ്യരെല്ലാം എന്തേലും കൊടിയ പാപം ചെയ്തിട്ട് പരിഹാരം ചെയ്യുന്നതെന്ന് ധരിക്കരുത്. 99% മനുഷ്യരും വളരെ ജീവകാരുണ്യ മനസ്സോടെ ചെയ്യുന്ന പ്രവൃത്തികളാണ് അവയൊക്കെയും. പക്ഷേ ഇത്തരത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്ത പാപത്തിൻ്റെ സ്വഭാവത്തെയും ഗൗരവത്തെയും അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രായശ്ചിത്ത പ്രവർത്തികൾ കുമ്പസാരക്കൂട്ടിൽ വൈദികൻ ചിലപ്പോൾ നൽകാറുണ്ട്. ഇനി വൈദികൻ പറഞ്ഞൊരു പ്രായശ്ചിത്തം നമുക്ക് നിറവേറ്റാൻ പറ്റാത്തതാണെന്ന് വിചാരിക്കും. മലയാറ്റൂർ മല കയറി തോമാശ്ലീഹായുടെ മുമ്പിൽ തിരി കത്തിക്കണം. വൈദികൻ പ്രായശ്ചിത്തം വിധിച്ചു. അമ്മച്ചിക്ക് 85 വയസ്സുണ്ട്. 85 വയസ്സായ അമ്മച്ചിക്ക് മല കയറാൻ പറ്റൂ? കുമ്പസാരക്കൂടിൻ്റെ അങ്ങേ വെച്ച് നിൽക്കുന്ന ആളുടെ പ്രായമോ ആളുടെ ഒന്നും നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് 85 വയസ്സായ അമ്മച്ചിക്ക് ഇങ്ങനെ ഒരു പ്രായശ്ചിത്തം കിട്ടിയപ്പോൾ അമ്മച്ചി പറയുന്നത്, എൻ്റെ അച്ചോ, എനിക്ക് വയസ്സ് 85ആയി, എനിക്ക് മല കയറാൻ പറ്റുന്ന പ്രായമല്ല. അപ്പോഴച്ഛൻ എന്ത് ചെയ്യും? ആ പ്രായശ്ചിത്തം അമ്മച്ചിക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു സുഹൃദേവമായോ പ്രാർത്ഥനയായോ അത് ഇളച്ചു കൊടുക്കും. ഇതെല്ലാം പ്രായശ്ചിത്തം അതിൽ തന്നെ നമ്മുടെ പാപപരിഹാരമായ കാര്യമല്ല, അത് ഈശോയുടെ കുരിശിലെ ബലിയാണ് യഥാർത്ഥ പരിഹാരം. നാം പരിഹാരം അനുഷ്ഠിക്കുന്ന എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ പാപത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാനും ആ പാപത്തിന് നമ്മളാലാവുന്ന ഒരു പരിഹാരം ചെയ്ത് ഈശോയുടെ സഹനത്തിൽ പങ്കുചേരുക. അതാണ് ഈ കുമ്പസാരത്തിലെ പ്രായശ്ചിത്തം എന്ന് പറയും. കുമ്പസാരത്തിലെ പ്രായശ്ചിത്തം നാം അനുഷ്ഠിക്കാൻ കടപ്പെട്ടവരാണ്. കുമ്പസാരം എന്ന കൂദാശ പൂർത്തീകരിക്കാൻ ഈ പ്രായശ്ചിത്തം അനുഷ്ഠിക്കണം. അതുകൊണ്ടാണ് അടുത്ത കുമ്പസാരത്തിൽ ചെല്ലുമ്പോൾ പറയേണ്ട കാര്യങ്ങളിലൊന്ന് എന്താണ്? കഴിഞ്ഞ കുമ്പസാരത്തിൽ ലഭിച്ച പ്രായശ്ചിത്തം ഞാൻ നിറവേറ്റി എന്ന് പറഞ്ഞിട്ട് വേണം ഇത്തവണത്തെ പാപങ്ങൾ പറഞ്ഞു തുടങ്ങും. അങ്ങനെ നിറവേറ്റാതിരുന്നാൽ അത് കഴിഞ്ഞ കുമ്പസാരം എന്ന കൂദാശ പൂർത്തീകരിച്ചില്ല എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ്. അതുകൊണ്ട് അത് പൂർത്തീകരിച്ചു എന്നുറപ്പ് വരുത്തേണ്ടത് കുമ്പസാരം എന്ന കൂദാശയുടെ സാധുതയ്ക്ക് ആവശ്യമാണ് എന്നുകൂടി മനസ്സിലാക്കുക. കുമ്പസാരം എന്ന കൂദാശയിൽ പ്രായശ്ചിത്തത്തിൻ്റെ സ്ഥാനം എന്താണ് എന്ന് അഭിവന്ദ്യ പിതാവ് ഈ ഉത്തരത്തിലൂടെ വ്യക്തമാക്കുകയായിരുന്നു. പിതാവിന് സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഈ എപ്പിസോഡിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആരാണ് ചോദ്യം ചോദിക്കുന്നത്? ചോദിച്ചുകൊള്ളുക. പിതാവേ, എൻ്റെ പേര് ലിയ. എന്തിനാണ് ഓരോ വ്യക്തികളും ഓരോ വൈദികരുടെ അടുത്ത് നിന്ന് പാപങ്ങൾ ഏറ്റുപറയുന്നത്? സമൂഹത്തിൽ നിന്ന് വൈദികൻ നൽകുന്ന ആശീർവാദം സ്വീകരിച്ചാൽ മതിയോ? ലിയ ചോദിച്ചത് വളരെ പ്രസക്തമാണ്. ഓരോരുത്തരും ചെന്ന് അച്ഛൻ്റെ ചെവിയിൽ ഇങ്ങനെ പാപം ഏറ്റു പറയേണ്ട കാര്യമുണ്ടോ? സമൂഹത്തിലെല്ലാവരും പാപം മനസ്സിലോർക്കുക, അച്ഛൻ ഒറ്റ ആശീർവാദം കൊടുക്കുക. എളുപ്പമായി, അച്ഛന്മാർക്കും എളുപ്പം. അപ്രകാരം ഒരു സംവിധാനമായിരുന്നെങ്കിൽ വൈദികരുമായിരിക്കും അത് ആദ്യമേ സ്വീകരിക്കുക. അവർക്ക് എത്ര നേരം ഈ കുമ്പസാരത്തിൽ പാപം കേൾക്കുക എന്ന് പറയുന്നതൊരു എളുപ്പമുള്ള കാര്യമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. രാവിലെ തൊട്ട് വൈകുന്ന വരെ കുമ്പസാരക്കൂട്ടിലിരിക്കേണ്ടി വരുമ്പോൾ ആണ് നിങ്ങളതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക.
ശരിക്കും വളരെ ശ്രമകരമായൊരു ശുശ്രൂഷയാണ് വൈദികൻ കുമ്പസാരക്കൂട്ടിൽ ദീർഘനേരം ഇരിക്കുമ്പോൾ. വിയാനി പുണ്യാളിനൊക്കെ 18 മണിക്കൂർ വരെ ഇരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ലിയ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഈ കുമ്പസാരം എന്ന കൂദാശ പൊതുവായി നൽകിയാൽ പോരെ? സഭ ചില സന്ദർഭങ്ങളിൽ അത് അനുവദിക്കാറുണ്ട്. പൊതു കുമ്പസാരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുമിച്ച് വൈദികൻ്റെ അടുക്കൽ ഓരോരുത്തർക്ക് പോയി കുമ്പസാരിക്കാനുള്ള സാഹചര്യം ഇല്ലാതെ വരുന്ന സന്ദർഭങ്ങളിൽ ഇങ്ങനെ പൊതുവായ പാപമോചനം നൽകാറുണ്ട്. അതിനുള്ളൊരു കർമ്മക്രമമുണ്ട്. അതുപോലെ തന്നെ ഒരു മരണകരമായ സാഹചര്യം വരുന്നു, അല്ലേ? വലിയൊരു അപകടം വരുന്നു, വലിയ വെള്ളപ്പൊക്കം വരുന്നു. എല്ലാവർക്കും കൂടെ കുമ്പസാരിക്കാനും പാപമോചനം നേടാനും പറ്റിയത് ജീവിച്ചിരിക്കുമെന്ന് അറിയത്തില്ല. അത്തരം സന്ദർഭങ്ങളിൽ വൈദികൻ എല്ലാവർക്കും വേണ്ടി പാപമോചനം നൽകി പ്രാർത്ഥിക്കാം. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിലെ പാപമോചനത്തിനൊരു വ്യവസ്ഥയുണ്ട്. വൈദികൻ്റെ അടുക്കൽ നേരിട്ട് പോയി പാപം ഏറ്റു പറയാൻ കിട്ടുന്ന ആദ്യ സന്ദർഭത്തിൽ തന്നെ ഞാൻ ഈ പാപം ഏറ്റുപറഞ്ഞ് പാപമോചനം നേടും എന്ന വ്യവസ്ഥയിലാണ് ഇങ്ങനെ പൊതുവായ പാപമോചനം ലഭിക്കുക. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് പൊതുവായ പാപമോചനം കിട്ടിയെങ്കിൽ പോലും അന്നേരം ഒറ്റയ്ക്ക് കുമ്പസാരിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് പൊതുവായ ഈ ആശീർവാദം കിട്ടുക. പക്ഷെ അപ്രകാരം ലഭിച്ചു എന്നതുകൊണ്ട് പൂർത്തിയായി, കുമ്പസാരം പൂർത്തിയായെന്ന് തെറ്റിദ്ധരിക്കരുത്. പിന്നെ എപ്പോഴാണോ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വൈദികൻ്റെ അടുക്കൽ പോയി പാപം വ്യക്തിപരമായി ഏറ്റുപറയാൻ അവസരം കിട്ടുന്നത്, അങ്ങനെ കിട്ടുന്ന ആദ്യ അവസരം തന്നെ അതിനു വേണ്ടി പ്രയോജനപ്പെടുത്തും എന്ന വ്യവസ്ഥയിൽ മാത്രമേ ഈ പൊതു പാപമോചനത്തിന് സാധുതയുള്ളൂ എന്നാണ് തിരുസഭാ മാതാവ് നമ്മെ പഠിപ്പിക്കുക. അഭിവന്ദ്യ പിതാവിന് സ്നേഹത്തോടെ നന്ദി പറയുന്നു. യുക്യാറ്റ് പഠന പരമ്പരയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സിനിമകളിലും മറ്റ് കലാരൂപങ്ങളിലുമെല്ലാം കൂദാശകളെ, പ്രത്യേകിച്ച് കുമ്പസാരത്തെ അവഹേളന പാത്രമാക്കി മാറ്റുന്നത് നമ്മൾ ഈ നാളുകളിലൊക്കെ കാണാറുണ്ട്. ഈ പഠന പരമ്പരയിലൂടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നത് വഴി കുമ്പസാരം എന്ന കൂദാശയുടെ പ്രാധാന്യം നമുക്ക് പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് മനസ്സിലാക്കി ലഭിക്കുകയായിരുന്നു. യുവജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായ വ്യക്തമായ ഉത്തരം നൽകിയ അഭിവന്ദ്യ മാർ ജോസഫ് പാമ്പ്ലാനി പിതാവിന് സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഏറെ താല്പര്യത്തോടെ ഇവിടെ വന്ന് വളരെ നല്ല ചോദ്യങ്ങൾ അഭിവന്ദ്യ പിതാവിനോട് ചോദിച്ച പൈസക്കരി ഇടവകയിലെ എല്ലാ യുവജനങ്ങൾക്കും സ്നേഹത്തോടെ നന്ദി പറയുന്നു. യുക്യാറ്റ് പഠന പരമ്പര നമ്മൾ തുടരും. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദൈവം അനുഗ്രഹിക്കട്ടെ.